والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين إلى الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق، اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഏറെ ബഹുമാനം നിറഞ്ഞ ആദരണീയ മുഹമ്മദ് വാസി, ഏറെ സ്നേഹം നിറഞ്ഞ എംഎസ്എമ്മിന്റെ സാരഥികളായ ഫായിസ്, മാജിദ്, എംഎസ്എമ്മിന്റെ നേതാക്കളും പ്രവർത്തകരുമായ പ്രിയ വിദ്യാർത്ഥി കൃഷ്ണ, ആദ്യമായി വളരെ സന്തോഷമുണ്ട് നിങ്ങളിതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ ഒരുമിച്ചിരിക്കുന്നതാണ്. നാം ഇവർ മനസ്സിലാക്കിയതുപോലെ എംഎസ്എമ്മിന്റെ മറ്റൊരു പ്രോഫ്കോൺ കൂടി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഒരു പ്രോഫ്കോണിന്റെ മുന്നോടിയായി നാം നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രഭാഷണത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ ശബ്ദത്തിന്റെ ചെറിയ പ്രയാസങ്ങൾ കൊണ്ട് ഞങ്ങൾ വലിയ പ്രഭാഷണമല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചിന്തയിലേക്ക് ഏതാനും ചില കാര്യങ്ങൾ അറിയേണ്ട, എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു അധ്യാപകൻ എന്ന നിലക്ക് ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇസ്ലാഹി പ്രവർത്തകൻ, ഒരു എംഎസ്എമ്മുകാരൻ, ഒരു എംജിഎമ്മുകാരി നമ്മൾ എങ്ങനെയാവണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം എന്ന് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഞാൻ ആമുഖമായി നിങ്ങൾ ഓതിപ്പിച്ചാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിക്കുന്നത് തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇഖ്റ എന്ന വാക്കുകൊണ്ടാണ്. അവിടെ മുതൽ ആലോചിക്കാൻ ധാരാളം പരിശുദ്ധ ഖുർആൻ നമുക്കുണ്ട്. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു സമൂഹത്തിൽ നമുക്കറിയാം, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അറബി സാഹിത്യം വിഷയമെടുത്തവരുള്ള, അറബ് സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറെ പ്രസിദ്ധമായ അതല്ലെങ്കിൽ വളരെ പ്രശസ്തമായ കവികളും സാഹിത്യ രംഗത്തെ പ്രൗഢമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും മക്കയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അവർക്കിടയിലാണ് ഈ വചനം അവതരിക്കുന്നത്. ഏറെ ശ്രദ്ധേയമാണ്. ആരാണ് ഈ വചനം ഓതി കൊടുക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ ഗുഹയിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇഖ്റ, നീ വായിക്കണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നുകൊണ്ട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം he was an illiterate, എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞു, മാ അന ബിഖാരി, എനിക്കറിയില്ല വായിക്കാൻ. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുക്കുകയാണ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആ അലഖ് എന്ന് പറയുന്ന ഒരൊറ്റ പദം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ച, വായിക്കണമെന്ന് പറഞ്ഞ, ചിന്തിക്കണമെന്ന് പഠിപ്പിച്ച് ആദ്യമായി പറഞ്ഞ വാക്കുകളിൽ പെട്ട ഒരു വാക്കാണ് അലഖ് എന്ന പദം. ആ അലഖ് എന്ന പദത്തിൽ വളരെ കൃത്യമായ പഠനം നടത്തിയ ലോക പ്രശസ്തനായ എംബ്രിയോളജിസ്റ്റ് കീത്ത് മോർ, നിങ്ങൾ അടിക്കണം ഗൂഗിളിൽ, നിങ്ങൾ പഠിക്കണം. കീത്ത് മോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അലഖ് എന്നൊരു ഒറ്റ പദത്തിൽ ഗവേഷണം നടത്തിയിട്ടാണ് ഈ ലോകം എന്ന് പറഞ്ഞത്. അത് താനേ ഉണ്ടായതല്ല. അദ്ദേഹം ഒരു അത്യശ്വരനോ ഒരു ദൈവവിശ്വാസിയായിരുന്നില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു ദൈവമുണ്ട്, ഒരാളുണ്ട്, ഒരു ശക്തിയുണ്ട് എന്ന ഒരു തലത്തിലേക്ക് ചിന്തിക്കുവാൻ കീത്ത് മോർ എന്ന് പറയുന്ന ആധുനിക കാല ശാസ്ത്രജ്ഞൻ 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ അവിടെയുള്ള ഒരു വാക്കാണ് അലഖ്. ആ ഒരൊറ്റ പദത്തിൽ ഗവേഷണം നടത്തിയിട്ട്
ആധുനിക കാല എംബ്രിയോളജിസ്റ്റുകളിൽ ഏറെ പ്രശസ്തരായ, ഒരുപക്ഷെ എംബ്രിയോളജിയുടെ പിതാക്കന്മാരിൽ ഒരാളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കീത്ത് മോർ അലക് എന്ന പദത്തിന്റെ വിഷയം നടത്തി. അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ അലക് എന്ന് പറഞ്ഞാൽ സാധാരണ തഫ്സീറുകളിൽ നമ്മൾ പലപ്പോഴും ഭ്രൂണം എന്ന അർത്ഥം പറയാറുണ്ട്, രക്തക്കട്ട എന്ന അർത്ഥം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ മറ്റൊരു ഭാഷയിലും അലക് എന്ന പദത്തിന് കൃത്യമായ അർത്ഥം കണ്ടെത്തുവാൻ സാധ്യമാവാത്ത, പല അർത്ഥങ്ങളിലും വരുന്ന മാംസപിണ്ഡമെന്ന്, രക്തക്കട്ടയെന്ന്, ഒരു പ്രതലത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന, നമുക്കറിയാം ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുമ്പോൾ മാതാവിന്റെ ഗർഭാശയത്തിൽ അടിയിൽ പിടിച്ചുകൊണ്ടാണ് ഭ്രൂണം വളർച്ച പ്രാപിക്കുന്നത്. ആ അർത്ഥതലത്തിലേക്ക് വരുന്ന ഭ്രൂണത്തിന്റെ വ്യത്യസ്തമായ അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ബയോളജിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിന്റെ രൂപം കാണാം. ആ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ നിങ്ങൾ ഒരു ചൂയിങ്കം ചവച്ചാൽ, ഒരു ചൂയിങ്കം വായിലിട്ട് ചവച്ചാൽ അത് എത്രത്തോളം ആയിരിക്കുമോ ആ രൂപത്തിൽ അപ്സ് ആൻഡ് ഡൗൺസോട് കൂടിയിട്ടായിരിക്കും ഒരു അലക്ക് മാതാവിന്റെ ഗർഭാശയത്തിൽ പറ്റി പിടിച്ചിരിക്കുക. ആ അർത്ഥം വരുന്ന ഒരു പദം. അതുപോലെ തന്നെ അലക്കിന് നിങ്ങൾക്ക് അർത്ഥം കാണാം, അട്ട എന്ന അർത്ഥം കാണാം. ബ്ലഡ് സക്കിംഗ് ലീച്ച്, ബ്ലഡ് സക്കിംഗ് ലീച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെയാണ്. അതിന്റെ ഷേപ്പും അത് കടിച്ച് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയും ഇതേ രൂപമാണ്. ഈ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ വരുന്ന അലക്കെന്ന പദത്തിനേക്കാളും മഹിതമായ ഒരു പദം ഒരു ലാംഗ്വേജിലും ഐ നെവർ ഒബ്സർവ് എന്നാണ് കീത്ത് മോർ പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് ശാസ്ത്രകാരന്മാരെ, മനുഷ്യന്റെ വിരൽത്തുമ്പുകൾ ഫിംഗർ പ്രിന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനിക ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ഭൂമിയിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ധാരാളക്കണക്കിന് ശാസ്ത്രീയ സത്യങ്ങൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അഫല യതദക്കറുൻ അഫല യതദബ്ബറുൻ അഫല തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇഖ്റ, ഒന്ന് വായിക്കണോ? ഇവിടെ മുഴുവൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ വായിക്കണം, നിങ്ങൾ പഠിക്കണം. പലപ്പോഴും ആളുകളുടെ തെറ്റിദ്ധാരണ പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്നാണ്. ഇല്ല സുഹൃത്തുക്കളെ, നമ്മുടെ പഠനം യഥാർത്ഥമാണെങ്കിൽ, നാം യഥാർത്ഥ രൂപത്തിൽ പഠനം നടത്തുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് പിന്നിൽ, താരാപഥങ്ങളുടെ സൃഷ്ടിപ്പിന് പിന്നിൽ നമ്മൾ ഇന്ന് കാണുന്ന മിൽക്കി വേയും അതിനകത്തുള്ള നക്ഷത്രങ്ങളും അതുപോലെ തന്നെയുള്ള താരാപഥങ്ങളും, ഇത് മാത്രമല്ല ഈ ഗാലക്സിക്കപ്പുറം ധാരാളം ഗാലക്സികളുണ്ടെന്ന് ഈ ആകാശത്തെ പഠിക്കുവാൻ, അതുപോലെ തന്നെ സമുദ്രത്തിന്റെ ആഴിയെ കുറിച്ച് പഠിക്കുവാൻ പരിശുദ്ധ ഖുർആൻ നമുക്ക് ആലോചനയുടെ, ചിന്തയുടെ സരണികൾ തുറന്നു വെക്കുകയാണ്. ഇത്രയും പഠിക്കുമ്പോൾ ഭൗതികമായ മേഖലകളിൽ, ആത്മീയമായ മേഖലകളിൽ, ഏത് മേഖലകളിൽ പഠിച്ചാലും ഒരു ശാസ്ത്ര വിദ്യാർത്ഥി, ഒരു ശാസ്ത്രബുദ്ധി പരിശുദ്ധ ഖുർആനിനെ തുറന്നു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ധാരാളം കണക്കിന് ശാസ്ത്രീയ സത്യങ്ങൾ കാണുവാൻ സാധിക്കും. ഏറ്റവും അടുത്ത് നമുക്ക് പറയാം, നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ, ലിബറലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ധാരാളമായിട്ട് ദൈവചിന്തക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവ ധാരാളമായി പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സംവാദം നടന്നത് ഏതാനും വർഷങ്ങൾക്ക് പുറമാണ്. മലപ്പുറത്ത് വെച്ച് നടന്ന ആ സംവാദത്തിൽ ഇസ്ലാമിക പക്ഷത്ത് നിന്ന് എം.എം. അക്ബർ സാഹിബായിരുന്നു. യുക്തിവാദികളുടെ പക്ഷത്ത് നിന്ന് ഇ.എ. ജബ്ബാർ എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇ.എ. ജബ്ബാർ എന്ന് പറയുന്ന ആ അധ്യാപകൻ അന്ന് ആ സംവാദത്തിന് മുന്നോടിയായി ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ, ആ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് അന്നത്തെ അറബികൾക്കറിയാതിരുന്ന, അന്നത്തെ വിദ്യാഭ്യാസം തൊട്ടുതിരിഞ്ഞിട്ടില്ലാത്ത ധാരാളക്കണക്കിന് മനുഷ്യർക്കിടയിൽ അവതരിച്ച ആ ഖുർആൻ അവർക്കറിയില്ലാത്ത ഏതെങ്കിലും ഒരു ശാസ്ത്രീയ സത്യം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ മുസ്ലിം ആയിക്കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വെല്ലുവിളി ഏറ്റെടുത്തു. എം.എം. അക്ബർ സാഹിബ് പ്രൗഡ് മുസ്ലിം എന്ന് പറയുന്ന ബാനറിൽ അവർ സംവാദം നടക്കുമ്പോ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറഞ്ഞു, വിശ്വാസികൾക്ക് ഒരിക്കലും ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു വെല്ലുവിളിയാണിത്. അതുകൊണ്ട് എം.എം. അക്ബർ അവിടെ വരില്ല. യഥാർത്ഥത്തിൽ എം.എം. അക്ബർ സാഹിബ് എന്ന് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായ മുസ്ലിം സംഘടനകളുണ്ട്. ആ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും പിന്തുണ അന്ന് എം.എം. അക്ബർ സാഹിബിന് ലഭിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇത് എം.എം. അക്ബറിന്റെ ധൈര്യമല്ല, ഇത് എം.എം. അക്ബറിന്റെ ധൈര്യമല്ല,
ഇത് പരിശുദ്ധ ഖുർആനിന്റെ ധൈര്യമാണ്. ഈ പരിശുദ്ധ ഖുർആൻ കൈകളിലുള്ള കാലത്തോളം ഈ വെല്ലുവിളിക്ക് മറുപടി നൽകാൻ മക്ബറ എന്ന ഒന്നല്ല 1000 മക്ബറുകൾ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ സത്യം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എന്ന പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതി. ഔ കദുൽബാത്തിൻ ഫീ ബഹരി യുജീൻ തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരു സുദീർഘമായ വചനമുണ്ട്. അതിനെ തുടർന്ന് വരുന്ന വചനങ്ങളുണ്ട്. ആ പരിശുദ്ധ ഖുർആനിന്റെ ആശയതലത്തിൽ അതിൽ കൃത്യമായി പറയുന്ന ആത്മീയ സത്യമുണ്ട്. ആ ആത്മീയമായ സത്യത്തിനപ്പുറത്ത് അവിടെ ഒളിച്ചിരിക്കുന്ന ശാസ്ത്രീയ സത്യം എന്താണെന്ന് അറിയുമോ? ആഴക്കടലിലേക്കാണ്. ഓഷ്യനോഗ്രഫി എന്ന് പറയുന്ന ആധുനിക പഠനശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇന്ന് പോയി ഒന്ന് ഗൂഗിൾ ചെയ്യുക. ആ ഓഷ്യനോഗ്രഫി നിങ്ങൾക്ക് കാണാം. The darkness in the deeper sea എന്ന് അടിച്ചു നോക്കുക. എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് കിടക്കുന്ന ഇരുട്ടിനെ കുറിച്ച് 1000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് സമുദ്ര പര്യവേക്ഷണം നടത്താത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതി കൊടുക്കുമ്പോൾ അത് പ്രവാചകന്റെ വാക്കുകളായിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ ഏറ്റവും മികച്ച ഒരു ശാസ്ത്രീയ സത്യം അതോടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 4ഓളം ശാസ്ത്രീയ സത്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, the darkness in the deeper sea. ഏറ്റവും അധികം ആഴത്തിലാണ് ഇരുട്ടുള്ളത്. മാത്രമല്ല, ആ ഇരുട്ടിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ റൂമിൽ മൊത്തത്തിൽ ഇരുട്ടായി കഴിഞ്ഞാലും നിങ്ങൾ ഏത് ഇരുട്ടിൽ പോയാലും ഒരു മനുഷ്യൻ ഏറ്റവും അധികം കാണാൻ സാധിക്കുന്നത് സ്വന്തം കൈ, സ്വന്തം പാർശ്വഭാഗം മുഖത്തിന് നേരെ ഉയർത്തിയാൽ എത്ര വലിയ ഇരുട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ കൈ കാണുവാൻ സാധിക്കും. ആ കൈയുടെ പൊസിഷൻ തിരിച്ചറിയുവാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഒരു മനുഷ്യൻ തന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും കാണാത്ത ഇരുട്ട്. അത് ശാസ്ത്രം സത്യപ്പെടുത്തിയത് ഏതാനും ചില വർഷങ്ങൾക്ക് ഇപ്പുറം മാത്രമാണ്. അടുത്ത ശാസ്ത്രീയ സത്യം ഇന്റേണൽ വേവ്സ്. നമ്മൾ സമുദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തുമ്പോൾ അതിന്റെ പുറത്തുള്ള തിരമാലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ശക്തമായ തിരമാലകൾ ഇന്റേണൽ വേവ്സ് അതിനകത്തുണ്ട് എന്ന ശാസ്ത്രീയ സത്യം ആ ആയത്തിലുണ്ട്. The wave over the wave. ഒരു വേവിന് അപ്പുറം മറ്റൊരു വേവ് എന്ന് പറയുന്ന 4ാമത്തെ ശാസ്ത്രീയ സത്യം ഒറ്റ ആയത്തിലൂടെ 4ഓളം വരുന്ന ശാസ്ത്ര സമസ്യകൾക്കാണ് പരിശുദ്ധ ഖുർആൻ ഉത്തരം നൽകിയത്. ഓഷ്യനോഗ്രഫി എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രശാഖയിൽ. പ്രിയപ്പെട്ടവരെ, യുക്തിവാദികളുടെ ആ ഒരു നേതാവ് പിന്നീട് കേരളത്തിലുടനീളം ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇത് ഖുർആനിന്റെ ധൈര്യമാണ്. കാലഘട്ടത്തിലും എത്രമാത്രം വലിയ ശാസ്ത്രകാരന്മാർ വന്നപ്പോഴും ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ വന്നപ്പോഴും അവിടെയൊക്കെ എഴുന്നേറ്റവരോട് പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്ത ഈ ഒരു സത്യം ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമാണോ? അല്ല. ഒരു ശാസ്ത്രകൃതി പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയാൽ ശാസ്ത്രീയ സത്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഒരു മാത്തമാറ്റീഷ്യനാണ് പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ധാരാളം മാത്തമാറ്റിക്സ് കാണാൻ സാധിക്കും. അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണത്തിൽ, അതിന്റെ ആയത്തുകളുടെ എണ്ണത്തിൽ, പല രൂപത്തിലും അതിന്റെ അരിത്തമെറ്റിക്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഇനി അതല്ല, ഒരു സാഹിത്യകാരനാണ് നോക്കുന്നതെങ്കിൽ വൽയൗമിൽ മൗഊദ് വശാഹിദി വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് വഹും അലൈഹാ ഖുഊദ്. അന്ത്യാക്ഷരപ്രാസത്തിന്റെ ഏറ്റവും മനോഹരമായ സാഹിത്യം ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾ പ്രാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഹിത്യം പഠിക്കുന്ന ആളുകൾ എന്റെ മുന്നിൽ ഉണ്ടാകും. ആ രൂപത്തിലുള്ള ആ ഒരു പ്രാസങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സാധിക്കും, കാണുവാൻ സാധിക്കും. എന്നാൽ അതൊരു സാഹിത്യ ഗ്രന്ഥമാണോ? അല്ല. മനുഷ്യ മനസ്സുകളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹരായ മറ്റാരുമില്ല എന്ന തൗഹീദിന്റെ ആശയം സന്നിവേശിപ്പിക്കുവാൻ തെളിവുകളുമായി കൊണ്ടുള്ള അല്ലാഹുവിന്റെ സംസാരമാണ്, റബ്ബിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ ഖുർആൻ. ആ ഖുർആനിനോട് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളിൽ, നാം പോകുന്ന ക്യാമ്പസുകളിൽ അതിന്റെ പ്രതിനിധികളായിക്കൊണ്ട് ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മൾ കൂടെ കൂടികളാവരുത്. ഏതെങ്കിലും ഒരു ആശയധാരയുടെ, ഏതെങ്കിലും ഒരു ചിന്താഗതിയുടെ ഒപ്പം കൂടികൾ മാത്രമാവരുത്. പലപ്പോഴും ഇത് കാണുന്ന ഒരു കാഴ്ച, നമ്മൾ പലപ്പോഴും ഈ ഒരു ആദർശത്തിന്റെ പ്രസംഗത്തിലും അതുപോലെ ഈ ആദർശത്തിന്റെ മേഖലകളിലൊക്കെ നമ്മൾ ഉണ്ടാകും. എന്നാൽ ക്യാമ്പസുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഏതെല്ലാം ആഭാസങ്ങളുള്ളോ ആ ആഭാസങ്ങളോട് നോ പറയാൻ പലപ്പോഴും നമുക്കൊരു മടിയാണ്. അങ്ങനെ ഞാൻ നോ പറഞ്ഞാൽ
ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ഞാൻ തനിച്ചാകുമോ എന്ന ഭയമാണ്. പ്രിയപ്പെട്ടവർക്ക്, ഈ ഒരു പ്രായം, നിങ്ങളുടെ ഈ ഒരു പ്രായമുണ്ടല്ലോ, ഈ യൗവനം എന്ന് പറയുന്നത് ഒരുപക്ഷേ നാളെ നമുക്ക് തിരിച്ചു കിട്ടാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ആദരിച്ച ആളുകൾ യുവാക്കളെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാം വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ഒരു പ്രാവശ്യം നമ്മൾ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആദരിച്ച ചില ചെറുപ്പക്കാരെ കുറിച്ച് സൂറത്തുൽ കഹ്ഫ് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരുടെ പ്രത്യേകത അറിയോ? നാട്ടിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ അതിന് സാധിക്കില്ല, അത് അനുവദിക്കില്ല എന്നൊരു ഭരണാധികാരി പറയുമ്പോ ആ നാട്ടിൽ നിന്ന് അല്ലാഹുവിനെ മാത്രം വിളിച്ച് തേടുക, റബ്ബിനോട് മാത്രം ആരാധന അർപ്പിക്കുവാൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാർ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ ഒരു ഗുഹയിൽ അല്ലാഹു അവരെ ഉറക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, 3 centuries, 3 നൂറ്റാണ്ട് കാലം ചില ആളുകൾ അല്ലാഹു ഉറക്കി എന്ന് പറഞ്ഞാൽ, അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, അല്ലാഹു അവരെ ആദരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വ്യത്യസ്തങ്ങളായ പല രൂപത്തിൽ ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുവാക്കളെ ആദരിച്ചതായി നമുക്ക് കാണാം. ഇബ്രാഹിം മില്ലത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന അഭിമാനത്തോടു കൂടി നാം പറയുന്നു. മില്ലത്തുൽ ഇബ്രാഹിമിലാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രബോധനത്തിന്റെ ദൗത്യം തിരഞ്ഞെടുക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഫതൻ എന്നാണ്, ചെറുപ്പക്കാരൻ എന്നാണ്, യുവാവ് എന്നാണ്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അതിലും 5 കാര്യങ്ങളെ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ശബാബക ഖബ്ല ഹർമിക, സിഹതക ഖബ്ല സഖമിക, വഖിനാക ഖബ്ല ഫദ്രിക, വഫറാഗക ഖബ്ല ശുഗ്ലിക, വഹയാതക ഖബ്ല മൗതിക. പ്രവാചകൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യൗവനത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും പലതും ചെയ്യാൻ, പക്ഷേ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുവാൻ ഒരുപക്ഷെ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. അതുപോലെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ആരോഗ്യം, ആ ആരോഗ്യത്തെ റബ്ബിന്റെ മാർഗ്ഗത്തിൽ ഉപയോഗപ്പെടുത്തുക രോഗാതുരമായ കാലം വരുന്നതിന് മുമ്പ്. അതുപോലെ നിങ്ങളുടെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ ജീവിതത്തെ മരണത്തിന് മുമ്പ് ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് ലോകത്തിലില്ല. എന്റെ കൂട്ടുകാർ പലരും ഇതിവിടെ ഇല്ല. നമ്മൾ പലരെയും കുറിച്ച് ചിന്തിക്കുന്നവരുടെ ആയുസ്സിനെ കുറിച്ച് ഇത്ര വർഷമൊക്കെ കിട്ടുമെന്നാണ്. നമ്മൾ എപ്പോ പോകും, നമ്മുടെ ആയുസ് എത്ര വർഷമാണ്, എത്ര ദിവസം എനിക്ക് ജീവിക്കാൻ കഴിയും പറയാൻ കഴിയും? ഒന്ന് തലകറങ്ങി വീണാൽ ഒരു ടെസ്റ്റ് എടുത്ത് അതിന്റെ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു രോഗം ഡിറ്റക്ട് ചെയ്താൽ ഡോക്ടർമാർ നമുക്ക് വിധി എഴുതും 2 മാസം 3 മാസം ഒക്കെ. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടാകും. ദ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചരിത്രത്തിൽ വേൾഡ് ഹിസ്റ്ററിയിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. മാസിഡോണിയയുടെ രാജകുമാരനായിരുന്ന തേരോട്ടം നടത്തിയ അക്ഷരാർത്ഥത്തിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടയോൻ എന്ന് വിളിക്കാൻ കഴിയുന്ന അത്രമാത്രം വലിയ രാജ്യങ്ങൾ കീഴടക്കിയ കോൺകറർ എന്ന് വിളിക്കാവുന്ന ഗ്രേറ്റ് അലക്സാണ്ടർ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടാകും. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യണം. The final advices of the great Alexander to his generals. ഒന്നടിക്കുക നിങ്ങൾ. The final advices of the great Alexander to his generals. ഒന്നടിക്കുക. അത് നിങ്ങൾക്ക് ഓരോന്നോരോന്നായി കാണാം. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല, അദ്ദേഹം ഒരു മുഅ്മിനായിരുന്നില്ല. അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ലഭിച്ചു. ഒരു സാമ്രാജ്യം കീഴടക്കിയ, ഒരു രാജ്യം കീഴടക്കിയ തൊട്ടടുത്ത രാജ്യത്തേക്ക് അദ്ദേഹം പടയോട്ടം നടത്തും, അവിടെയും കീഴടക്കും. തന്റെ അമ്മയെ കാണാൻ പോലും പോകാതെ കത്തുകൾ വായിച്ച് അമ്മ എപ്പോഴും പറയും മകനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നാട്ടിലേക്ക് മടങ്ങി പോകാൻ മകന് സമയമില്ല. അത്രമാത്രം ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യം ഒട്ടിച്ചടക്കിക്കൊണ്ട് കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടു. ആ രോഗം പിടിപെട്ട് ഡോക്ടർമാർ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി വന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടേഴ്സാണ് അലക്സാണ്ടർ, കിങ് അലക്സാണ്ടർ അദ്ദേഹത്തെ ചികിത്സിച്ചത്. ഒരുപാട് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, സിംഹാസനങ്ങളുണ്ട്, രത്നങ്ങളുണ്ട്. അവർ ചികിത്സിച്ചു.
അവസാനമായി അലക്സാണ്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണാൻ സാധിക്കുമോ? അവരതും പറ്റില്ല, യാത്രക്ക് പറ്റിയ സമയമില്ല എന്ന് പറയുകയാണ്. 3-4 മാസം അദ്ദേഹത്തിന് ആയുസ്സുണ്ടാകുമെന്ന് ഡോക്ടർമാർ ഏകദേശം വിധി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുന്ന ആ അലക്സാണ്ടർ ഇത്രയും അധികം രാജ്യങ്ങൾ കീഴടക്കിയ, ഇത്രയും അധികം സമ്പത്ത് നേടിയ അലക്സാണ്ടർ ഈ ലോകത്തിൽ നിന്ന് മരിക്കുന്ന പ്രായം കൂടെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക. 30-40 ഇടക്കാണ്. ഏകദേശം 32-33 വയസ്സ്. തീക്ഷ്ണമായ യൗവനം. അറിയാം, 32-33 വയസ്സ് പ്രായം എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന്റെ യുവത്വത്തിന്റെ മൂർത്തിഭാവമാണ് 32-33 വയസ്സ് പ്രായം. ആ പ്രായത്തിൽ മരണപ്പെടുമ്പോ ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളും കീഴടക്കാൻ സാധിച്ച ഒരു ചക്രവർത്തി മരിക്കുന്നതിന് മുമ്പ് തന്റെ ജനറൽസിനെ വിളിച്ചുകൊണ്ട് എഴുതാൻ പറഞ്ഞ ഫൈനൽ അഡ്വൈസസ് എന്തെന്നറിയോ? അവരിത് എഴുതുന്നതിൽ സംശയം പ്രകടിപ്പിച്ചു. എന്ത് വിചിത്രമായ കാര്യങ്ങളാണ്. സാധാരണ മരിക്കാൻ പോകുന്ന ഒരാള് തന്റെ സ്വത്തിനെ കുറിച്ച് പറയും, അതല്ലെങ്കിൽ തനിക്ക് ഏൽപ്പിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയും. എന്നാൽ അലക്സാണ്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ജനറൽ സന്തം വിട്ടു. അദ്ദേഹത്തോട് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് വിശദീകരണം തരണം. അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു, ഞാൻ മരിച്ചാൽ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ. ഞാൻ മരിച്ചാൽ എന്റെ 2 കൈകളും എന്റെ ശവമഞ്ചത്തിന് പുറത്തേക്ക് നിങ്ങൾ തൂക്കിയിടണം. ഞാൻ മരിച്ചാൽ എന്നെ കൊണ്ടുപോകുന്ന, എന്റെ ശവം വഹിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിത്താരകളിൽ ഞാൻ സമ്പാദിച്ച സ്വർണ്ണങ്ങളും പവിഴങ്ങളും നിങ്ങൾ വഴിയിൽ ഇടണം. അത്ഭുതകരമായ കാര്യങ്ങൾ കേട്ട് ആകാംക്ഷ സഹിക്കാതെ ചോദിച്ച ജനറൽസിനോട് ഉത്തരം പറഞ്ഞ ഒരു കാര്യം അലക്സാണ്ടർ എന്ന വ്യക്തിക്കുണ്ടായ ബോധ്യമായിരുന്നു. അദ്ദേഹം ഒരു മുഗ്മിനല്ല, ഒരു വിശ്വാസിയായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയോ, ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരെ ചികിത്സിച്ചിട്ടും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ എന്റെ അമ്മയെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാനോ എന്റെ സമ്പത്തിനോ എന്നെ ചികിത്സിച്ച ഡോക്ടർമാർക്കോ സാധിച്ചില്ല എന്ന നിസ്സഹായ അവസ്ഥ ഈ ലോകം കാണണം എന്ന് അലക്സാണ്ടർ പറയുകയാണ്. വീണ്ടും അലക്സാണ്ടർ പറയുകയാണ്, എന്തിനാണ് എന്റെ കൈകൾ നിങ്ങൾ തൂക്കിയിടണമെന്ന് പറഞ്ഞത്? എന്റെ കൈകൾ തൂക്കിയിടണമെന്ന് പറഞ്ഞത് ലോകം മുഴുവനും ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് വിളിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഞാൻ കീഴടക്കിയപ്പോഴും, ധാരാളം ഖജനാവുകൾ ഞാൻ കീഴടക്കിയപ്പോഴും ഈ സമ്പത്ത് അലക്സാണ്ടറിന്റെ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അത് ലോകം കാണട്ടെ. അടിക്കൂ നിങ്ങൾ ഗൂഗിളിൽ, ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യൂ, നിങ്ങൾക്ക് ആ ഉപദേശങ്ങൾ കാണാം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് എന്റെ കൈകൾ പുറത്തേക്ക് നീട്ടിയിടുന്നത്? ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകം കണക്കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയല്ലാത്ത ലോകം മുഴുവനും ഗ്രേറ്റ് എന്ന് പറയാതെ അലക്സാണ്ടർ എന്ന് പറയാറില്ല. ആ അലക്സാണ്ടർ 32-33 വയസ്സ് പ്രായത്ത് ഈ ലോകം വിട്ട് യാത്ര പറഞ്ഞു പോകുമ്പോ ഈ ലോകത്തോട് അദ്ദേഹം കൈമാറിയ ബോധ്യമാണ്, സമ്പാദിച്ച സമ്പാദ്യങ്ങൾ കൊണ്ടുപോകാത്തൊരു യാത്രയുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത, ലോകത്തെ പ്രഗത്ഭരായ ആളുകൾക്ക് പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത മരണമുണ്ട്. അതാണ് എന്റെ പ്രിയപ്പെട്ട കൗമാരക്കാരോട്, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകേണ്ടി വരും. എന്റെ കൂട്ടുകാർ മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ പല കൂട്ടുകാരും മരണപ്പെട്ടിട്ടുണ്ടാകും. എന്നാണ് നമ്മുടെ വിളിവരിക എന്ന് കഴിയുകയില്ല. എപ്പോ വിളിക്കേണ്ടി വന്നാലും, പ്രിയപ്പെട്ടവരെ, എപ്പോ വിളിക്കേണ്ടി വന്നാലും, എപ്പോ പോകേണ്ടി വന്നാലും പോകുമ്പോ മനസ്സ് നിറഞ്ഞുകൊണ്ട്, റബ്ബേ, എനിക്ക് നീ തന്ന ആയുസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി ശബ്ദിക്കുവാൻ, ആ ആദർശ പ്രമേയത്തെ നെഞ്ചേറ്റുവാൻ ക്യാമ്പസുകളിൽ ലഹരിക്ക് പിന്നാലെ നടന്നപ്പോ, ക്യാമ്പസുകൾ സ്വവർഗത്തിക്ക് പിന്നാലെ നടന്നപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാതൽ ദിക്കോർ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്തത്. ഈ 2 സിനിമയ്ക്ക് പിന്നിലും ഒരു സംവിധായകനായിരുന്നു. ഇത് സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമല്ല. ഈ സിനിമയുടെ പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ച് എം.എം. അക്ബർ വിശദീകരണം നടത്തിയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എം.എം. അക്ബർ സാഹിബ് സിനിമ കണ്ടതുകൊണ്ടല്ല, പക്ഷേ ഈ സിനിമകൾ കൗമാരക്കാരിലേക്ക്, യുവാക്കളിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന ആദർശം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരുടെ ഹദീസ് ഉണ്ട്, അത് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്ലീസ് എന്ന് പറയുന്ന ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസ് എന്ന് പറയുന്ന തെമ്മാടികളുടെ നേതാവ്, നമ്മളെ വഴിപിഴപ്പിക്കുവാനും നമ്മളെ നരകത്തിലെത്തിക്കുവാനും പ്രതിജ്ഞയെടുത്ത ഇബ്ലീസ് തന്റെ കിങ്കരന്മാരെ പറഞ്ഞേക്കും നമ്മളെ തെറ്റിക്കാൻ. അങ്ങനെ ഓരോ പിശാചുകളും നമ്മുടെ അടുക്കൽ വരും, നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുവാൻ നമുക്ക് പ്രേരണകൾ നൽകും. എന്നിട്ട് അവരുടെ നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ പോയി
റിപ്പോർട്ട് ചെയ്യും. ഓരോരുത്തരും ചെന്ന് പറയും, ഇന്ന് ഞാനൊരു മനുഷ്യനെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു, ഇന്ന് ഞാനൊരു മനുഷ്യനെ കൊണ്ട് കള്ളുകുടിപ്പിച്ചു, ഇന്ന് ഞാനൊരു മനുഷ്യനെ കൊണ്ട് നുണ പറയിച്ചു. ഓരോരുത്തർക്കും ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവരുടെ നേതാവ് ഇബ്ലീസ് അവർക്ക് അനുമോദനം നൽകുമ്പോ ഒരു പിശാച് കടന്നു വരും. എന്നിട്ട് ആ പിശാച് പറയും, ഇന്ന് ഞാൻ ചെയ്ത കാര്യം എന്നറിയും, ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനെയും ഒരു ഇണയെയും ഒരു തുണയെയും ഇനി ഒരിക്കലും ചേരില്ലാത്ത വിധം അവരെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇബ്ലീസ് എഴുന്നേറ്റ് അവന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് സബാഷ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുമെന്ന് ആരായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. സലഫുകൾ ഇതിനെ വിശദീകരിക്കുന്നത്, പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നത് മോഡേൺ ലിബറലിസവുമായി ചേർത്തുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ LGBTQ എന്ന് പറയുന്ന ക്യൂർ ഇത്രയും ശക്തമാകുന്നത്? എന്തുകൊണ്ടാണ് ഈ കാതലിന്റെയും ഈ ഗ്രേറ്റ് ഇന്ത്യൻ ടീച്ചറിന്റെയും പിറകിലുള്ള സംവിധായകൻ തന്റെ ഇന്റർവ്യൂവിൽ പറയുന്ന സത്യസന്ധമായ ഒരു കാര്യമുണ്ട്. എന്റെ സിനിമ കണ്ടിട്ട് ഒരു വിവാഹമോചനമെങ്കിലും നടന്നാൽ ഞാൻ സംതൃപ്തനാണ്. എന്റെ സിനിമ കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരനെങ്കിലും ഇനി ഞാൻ വിവാഹം ചെയ്യൂല എന്ന് തീരുമാനമെടുത്താൽ ഞാൻ സന്തുഷ്ടനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർക്ക് വിവാഹത്തോട് ഇത്ര എതിർപ്പ്? ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിൽ തൗഹീദ് അനുസരിച്ച് സത്താവിനെ ഭയപ്പെട്ട് ഒരു സമൂഹം നിർമ്മിക്കപ്പെടണമെങ്കിൽ, ഒരു വീട് കെട്ടിയുണ്ടാക്കണമെങ്കിൽ, ആ മനോഹരമായ വീട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ശില മൂലക്കല്ലുകളാണ്. അതുപോലെ തന്നെ അത് പടുത്തുയർത്തപ്പെടുന്ന സ്റ്റോണുകളാണ്. നിങ്ങൾക്കറിയാം. എന്നാൽ കുടുംബമാകുന്ന ഭാര്യാഭർത്തൃബന്ധമാകുന്ന അടിസ്ഥാന ശില നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് തൗഹീദിനെ നശിപ്പിക്കാൻ എളുപ്പമാണ്. ഇവിടെ സെക്സിനെ ഇഷ്ടം പോലെ വിൽക്കാൻ, ഇവിടെ ദാമ്പത്യം തകരണം, ഇവിടെ വൈവാഹിക ബന്ധം നിലനിൽക്കരുത്, തോന്നിയതുപോലെ ഭോഗിച്ച് നടക്കുന്ന അങ്ങേയറ്റത്തെ വൃത്തികെട്ട ലൈംഗിക അരാജകത്വം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ വിവാഹം നടക്കരുത്. ഇവിടെ ലഹരി കച്ചവടം ചെയ്യപ്പെടണമെങ്കിൽ ഇവിടെ വിവാഹം നടക്കരുത്. എന്താണ് എല്ലാവരും ഇസ്ലാമിനെതിരെ തിരിയുന്നത്? ഇവിടെ മറ്റു പല മതങ്ങളുണ്ടല്ലോ, പല പ്രത്യയ ശാസ്ത്രങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് എല്ലാവരും ഇസ്ലാമിനെതിരെ തിരിയുന്നു? ഇസ്ലാം ലഹരിക്കെതിരെ പറയുന്നു, ഇസ്ലാം കള്ളിനെതിരെ പറയുന്നു, ഇസ്ലാം വ്യഭിചരിക്കരുതെന്ന് പറയുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഒന്നാമതായും പരമപ്രധാനമായും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന സന്ദേശം ഇസ്ലാം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഫ്രീമേസൺ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഗൂഗിൾ ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇല്ലുമിനാറ്റി. ഇനി വരാൻ പോകുന്ന പല മീഡിയകളും ഈ ഇല്ലുമിനാറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഫ്രീമേസൺ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. നിങ്ങൾ പഠിക്കണം, ഇവരൊക്കെ പ്രമേയം എന്താണ്, ഇവരെ മുന്നോട്ട് വെക്കുന്ന ആദർശം എന്താണ്. ഇവരെല്ലാം ഗ്ലോറിഫൈ ചെയ്യുന്നത് ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ മീഡിയയിലുണ്ടായിരുന്നു. പല ചർച്ചകളും വന്നു അതിന്റെ സംവിധായകനെ കുറിച്ച്, അതിന്റെ നായകനെ കുറിച്ച് പല ചർച്ചകളും വന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ഗ്ലോറിഫൈ ചെയ്തത് ആരെയാണ്? യഥാർത്ഥത്തിൽ പിശാചിനെയാണ് ഗ്ലോറിഫൈ ചെയ്തത്. സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട യഥാർത്ഥത്തിൽ നന്മയുള്ള ആരാധകനാണ് ലൂസിഫർ. അദ്ദേഹത്തിനാണ് നന്മയുള്ളത്. മലക്കുകൾ കപടന്മാരാണ്, ദൈവത്തെ പറ്റിച്ചതാണ്. ഈ ഒരു ചിന്താധാരയെ കളർ പൂശിക്കൊണ്ട് യുവാക്കളിലേക്ക് ഇടുന്നതിന് വേണ്ടി കോടികൾ ചെലവഴിച്ചു. വിദ്യാർത്ഥികളെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്നോട് പറയാനുള്ളത്, ഈ രൂപത്തിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുക എന്ന വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അവയോടൊക്കെ തിരിഞ്ഞുകൊണ്ട് കൃത്യമായി പഠിപ്പിക്കുവാൻ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അല്ലെ, പഠിപ്പിച്ച പോലെ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള എല്ലാവിധ ഇസ്ലാമിനെതിരെയുള്ള ശബ്ദങ്ങൾക്കെതിരെയും വളരെ കൃത്യമായി ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രോഫ്കോണുകൾ, നമ്മുടെ ദഅവ സംരംഭങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ പറയാൻ സാധിക്കുന്നവർ പറഞ്ഞുകൊണ്ട്, എഴുതാൻ സാധിക്കുന്നവർ എഴുതിക്കൊണ്ട്, ആ രൂപത്തിലൊക്കെ നിങ്ങൾ മേഖലകൾ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.